യുക്രൈൻ തിരിച്ചടിച്ചിരിക്കുകയാണ്. റഷ്യക്കെതിരെ ഇപ്പോൾ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ സോച്ചിയിലെ എണ്ണ സംഭരണശാലയിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. യുക്രൈന്റെ ഡ്രോൺ എണ്ണ സംഭരണശാലയിലെ കൂറ്റൻ ഇന്ധന ടാങ്കുകളിലൊന്നിൽ പതിച്ചതായും ഇതാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാനായി 100-ലേറെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. റീജിയണൽ ഗവർണർ ബെന്യാമിൻ കേദ്രാതിയേവ് വ്യക്തമാക്കുകയും ചെയ്തു. യാസാൻ, പെൻസ തുടങ്ങിയ നഗരങ്ങൾ ലക്ഷ്യമിട്ടും യുക്രൈൻ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് റഷ്യ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഡ്രോൺ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റതായും അധികൃതർ പറഞ്ഞു. അതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ യുക്രൈൻ തൊടുത്തുവിട്ട 93 ഡ്രോണുകൾ പ്രതിരോധിച്ചതായി റഷ്യ പറയുകയും ചെയ്തു. ഇതിൽ 60 എണ്ണവും തടുത്തത് കരിങ്കടലിന് മുകളിൽ വെച്ചാണെന്നും റഷ്യ പ്രതികരിച്ചിട്ടുണ്ട്. സോച്ചിയിലെ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നു എന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും സത്യമല്ല എന്ന രീതിയിൽ റഷ്യ അവരുടെ ഭാഗത്തു നിന്ന് ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. അതേസമയം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നും റഷ്യ പറയുന്നുണ്ട്. എന്തായാലും യുക്രൈനിൽ നിന്നുള്ള എക്സ് അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് വാർത്താ ഏജൻസികൾ സ്ഥിരീകരണം നൽകിയിട്ടില്ല. അതേസമയം മിഖോലൈവിൽ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റതായി യുക്രൈനും ആരോപിച്ചിട്ടുണ്ട്. മിസൈൽ ആക്രമണത്തിൽ വീടുകളടക്കം തകർന്നതായും റഷ്യ തുടർച്ചയായി തന്നെ ആക്രമണം നടത്തിയെന്നും യുക്രൈൻ അധികൃതർ പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ 76 ഡ്രോണുകളും 7 മിസൈലുകളുമാണ് റഷ്യ തൊടുത്തുവിട്ടതെന്നും ഇതിൽ 60 ഡ്രോണുകളും വെടിവെച്ചിട്ടതായും യുക്രൈൻ അവകാശപ്പെടുകയും ചെയ്തു. 16 ഡ്രോണുകളും 6 മിസൈലുകളും 8 കേന്ദ്രങ്ങളിലായിട്ടാണ് പതിച്ചത്. അതേസമയം ആക്രമണത്തെ തുടർന്ന് മോസ്കോയിൽ നിന്ന് ഏകദേശം 180 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന റിസാസാൻ എണ്ണ ശുദ്ധീകരണശാലയിൽ തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. യുക്രൈന്റെ വടക്കുകിഴക്കൻ അതിർത്തിയോട് ചേർന്നുള്ള വെറോനേഷ് മേഖലയിലെ അന്ന നെഫ്ട്രെ പ്രൊഡക്ട്സ് എന്ന സംഭരണശാലയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. റയാസാൻ, പെൻസ തുടങ്ങിയ നഗരങ്ങളിലും യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യ ആരോപിക്കുന്നുണ്ട്. തീപിടുത്തത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതേസമയം സോച്ചി വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചതായി റഷ്യയുടെ വ്യോമഗതാഗത റെഗുലേറ്റർ അറിയിച്ചു. കഴിഞ്ഞ രാത്രി മുതലാണ് ഇത്തരത്തിൽ റഷ്യയും യുക്രൈനും പരസ്പരം തിരിച്ചടിക്കാൻ തുടങ്ങിയത്. നിരവധി ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇരുവരും അറിയിക്കുകയും ചെയ്തു.